നമ്മുടെ മുഖത്തിന് നല്ല നിറം വെക്കണോ? ഇതുപോലെ നിങ്ങൾ മുട്ടവെള്ള ഇതുപോലെ ഒന്ന് അടിച്ച് നമ്മുടെ ഫേസിലും തേച്ച് നോക്കിക്കേ. എത്ര പ്രായമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫേസിൽ ചുളിവുകൾ വീഴത്തില്ല. നമ്മുടെ സ്കിന്നൊക്കെ നല്ല ഫേസൊക്കെ നല്ല മുറുക്കം കിട്ടും കേട്ടോ. അപ്പം ഇത് നമുക്ക് മാസത്തിലോ അതല്ലെങ്കിൽ നിങ്ങൾക്ക് ആഴ്ചയിലോ ഇതുപോലെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ സ്കിന്ന് നല്ല നിറം വെക്കാനായിട്ട് നല്ലതാണ്. ടാനും അതുപോലെ തന്നെ ഈ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ റിമൂവ് ആവാനൊക്കെ അടിപൊളി ഫേസ് പാക്കാണ് കേട്ടോ. അപ്പം ഇത് നിങ്ങൾ ഇട്ട് നോക്കിയിട്ട് വന്നിട്ട് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. കാരണം നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ഫേസ് പാക്കാണ് കേട്ടോ. അത് ഇട്ടിട്ട് കഴുകി കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് മനസ്സിലാവേ. അപ്പോൾ ഇതുപോലെ ഞാനിപ്പോൾ ഒരു കുറച്ച് മുട്ടയുടെ വെള്ള ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് എടുത്ത് ഒഴിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതിലേക്ക് നമുക്കൊരു 1-2 സ്പൂണോളം വരുന്ന രീതിയിൽ കോഫി പൗഡർ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ കോഫി പൗഡർ ഏത് കമ്പനിയുടെ ആയാലും കുഴപ്പമില്ല, കോഫി പൗഡർ ആയാൽ മതി. ഇനി നിങ്ങൾക്ക് തേൻ വീട്ടിലിരിപ്പുണ്ടെങ്കിൽ ഒരു 1/2 സ്പൂണോളം വരുന്ന രീതിയിൽ തേൻ ചേർത്ത് കൊടുക്കാം കേട്ടോ. തേൻ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി, തേൻ ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്തു കേട്ടോ. ഈ തേനൊക്കെ നമ്മൾ ഇതുപോലെ ചേർത്ത് നമ്മൾ ഉണ്ടാക്കുന്നതെങ്കിൽ നമ്മുടെ സ്കിന്ന് നമ്മൾ എത്ര പ്രായമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിൻ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും. നല്ല ഒരു കൊറിയൻ സ്കിന്ന് പോലെ നല്ല ഗ്ലോ കിട്ടും കേട്ടോ നമുക്ക് ഫേസിന്. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് ഒരു 1/2 സ്പൂണോളം വരുന്ന രീതിയിൽ മഞ്ഞളുടെ പൗഡർ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഈ മഞ്ഞൾപ്പൊടി നമ്മൾ വീട്ടിൽ ഇതുപോലെ പൊടിച്ച് വെച്ചേക്കുന്ന മഞ്ഞൾപ്പൊടി അതല്ലെങ്കിൽ മില്ലിന്നൊക്കെ വാങ്ങിച്ച് വെച്ചേക്കുന്ന മഞ്ഞളുടെ പൊടിയൊക്കെ ആണെങ്കിൽ നമുക്ക് സ്കിന്നിന് നല്ല നിറം കിട്ടാനൊക്കെ ആയിട്ട് നല്ലതാണ്. പിന്നെ നമുക്ക് കുട്ടികൾക്കാണെങ്കിൽ ധൈര്യമായിട്ട് ഇട്ട് കൊടുക്കാമല്ലോ, അത് ഞാൻ പറഞ്ഞത്. പിന്നെ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ഉണ്ടല്ലോ ഒരു 1/2 സ്പൂണോളം വരുന്ന രീതിയിൽ അലോവേര ജെല്ല് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ. കാരണം സ്കിന്ന് നല്ല രീതിയിൽ ടൈറ്റ് ആവാനായിട്ട് നല്ലതാണ്. നമുക്ക് ഈ പ്രായം ചെല്ലുന്നതിന് മുൻപ് തന്നെ ഇങ്ങനെ ഫേസൊക്കെ ഇങ്ങനെ ചുളുക്കും, അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് ടാനൊക്കെ അടിച്ച് നമുക്ക് ഫേസൊക്കെ ഭയങ്കര ഡള്ളൊക്കെ ആയിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ നിങ്ങൾ പാക്ക് ഒരു ആഴ്ചയിൽ 1 കിലോ അതല്ലെങ്കിൽ മാസത്തിൽ 1 കിലോ ഇട്ട് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ ഇത് ഞാനിപ്പോൾ ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ, 1 കിലോയുടെ അലോവേര ജെല്ല് വാങ്ങിയതാണ്. അപ്പോൾ വേണമെങ്കിൽ ഞാൻ വാങ്ങിക്കേണ്ട സൈറ്റ് വേണമെങ്കിൽ താഴെ ഇട്ടേക്കാം കേട്ടോ. താഴെ എന്ന് പറയുന്നത് നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഇതിൻ്റെ സൈറ്റ് ഇട്ടേക്കാം. ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ വീട്ടിൽ സാധനം എത്തും കേട്ടോ. 1 കിലോ ആകുമ്പോൾ ഒരുപാട് നാളത്തേക്ക് ഉണ്ടാവും. നമുക്ക് വേണമെങ്കിൽ ഇച്ചിരി അലോവേര ജെല്ലിൻ്റെ കൊടുത്തിട്ട് വൈറ്റമിൻ ഇ ക്യാപ്സൂളും മാത്രം വേണമെങ്കിൽ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഹെയറിൽ തേക്കാം, സ്കിന്നിലൊക്കെ തേക്കാം. സ്കിന്നിൽ നല്ല രീതിയിൽ ഗ്ലോ കിട്ടും, നല്ലൊരു ഗ്ലോ കിട്ടും. അപ്പോൾ നന്നായിട്ടൊന്ന് കൂട്ടിയിളക്കി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഉണ്ടല്ലോ നമുക്ക് നന്നായിട്ട് ഫേസൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി വെച്ചിട്ട് നമുക്കിതുപോലെ ഫേസിലേക്ക് ഇതുപോലെ ഒരു ബ്രഷ് എന്തെങ്കിലും വെച്ചിട്ട് ഫുള്ളായിട്ടൊന്ന് തേച്ച് കൊടുക്കണം കേട്ടോ. തേച്ച് കൊടുക്കുമ്പം നമ്മുടെ പിരികത്ത് ആവാതെ നോക്കണം കേട്ടോ. കാരണം ഈ ഫേസിലുള്ള ഹെയർ പറഞ്ഞു പോരാനായിട്ട് നല്ലതാണ്. ഈ ഹെയർ മാത്രമല്ല നമ്മുടെ ഈ മൂക്കിലും അവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ എന്താ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സൊക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ അത് പറഞ്ഞു വരാനായിട്ട് നല്ലൊരു പാക്കാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഒരു കോട്ടിങ് ഫേസിൽ ഇട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ടിഷ്യൂ പേപ്പർ ഉണ്ടെങ്കിൽ ഒട്ടിച്ച് കൊടുക്കണം കേട്ടോ. ഒട്ടിച്ച് കൊടുത്തിട്ട് ഒരു 1/2 മണിക്കൂർ നേരം വെയിറ്റ് ചെയ്തിട്ട് ഇതുപോലെ അങ്ങോട്ട് പറിച്ചോ. ഈ ഫേസിൽ വന്നേക്കുന്ന ഈ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും അതുപോലെ തന്നെ ഈ രോമങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇങ്ങനെ പറിച്ചെടുക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ അങ്ങോട്ട് പോരും. പിന്നെ പറിച്ചെടുക്കുമ്പം നല്ല ഒരു സുഖമായിരിക്കും, കാരണം കണ്ണിൽ കൂടെ പൊന്നീച്ച പറക്കും. കാരണം നല്ല രീതിയിൽ ഉണങ്ങി പിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് പറിച്ചെടുക്കുമ്പോൾ നല്ല വേദന എടുക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പയ്യെ പറിച്ചെടുക്കുക. ഇതിങ്ങനെ ഫുള്ള് പറിച്ചെടുത്ത് കഴിയുമ്പം നമുക്ക് ഫേസ് നല്ല ക്ലിയർ ആയിട്ട് തോന്നും കേട്ടോ. അതായത് ഇതുപോലെ കഴുകി കഴിഞ്ഞാൽ വേണ്ടില്ല, നമ്മൾ തന്നെ ഞെട്ടി പോകും. കാരണം നല്ലൊരു സോഫ്റ്റ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും, നല്ലൊരു ഗ്ലേസിങ് കിട്ടും, നല്ല രീതിയിൽ ടാനൊക്കെ മാറി നല്ലൊരു നിറം വെച്ച പോലെ നമുക്ക് തോന്നുകയും ചെയ്യും. മാസത്തിൽ 1 ഇട്ടാൽ മതി, അതല്ലെങ്കിൽ ആഴ്ചയിൽ 1 വേണമെങ്കിൽ കിട്ടും കേട്ടോ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് വന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നല്ലൊരു വീഡിയോ കാണാവേ. വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ എല്ലാ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. ഇതുപോലെ കുഞ്ഞു ടിപ്സിനും വീഡിയോസിനായിട്ട് പേജ് ഫോളോ ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഫോളോ കൂടി ചെയ്ത് വെച്ചിട്ട് പോകാൻ മറക്കില്ല കേട്ടോ. ബൈ.